ഹായ് പ്രിയരെ, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച പ്രകൃതി ദുരന്തമാണല്ലോ നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത്. ഒട്ടുമിക്ക രാഷ്ട്രീയ, മത, സിനിമ, സാംസ്കാരികം, കല, കായികം എന്ന് വേണ്ട മനുഷ്യസ്നേഹം ഇത്തിരിയെങ്കിലും ബാക്കിയുള്ള മുഴുവൻ നേതാക്കളും വയനാട് സന്ദർശിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും AICCയുടെ സെക്രട്ടറി ശ്രീ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തിയ വിവരം വാർത്താമാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോடு തന്നെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. അതേക്കുറിച്ചാണ് പറയാനുള്ളത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. Also safe and move down to so that mapping we have done. They got shifted in nick of time, so they are in the relief camp. So ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് നേതാക്കൾ വയനാട് സന്ദർശിച്ചതിന്റെ വീഡിയോകൾ നാം കാണുമ്പോൾ ഇത്രയധികം ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ തിരക്കിയ ഒരേ ഒരാളെയുള്ളൂ, അതാണ് ശ്രീ രാഹുൽ ഗാന്ധി. എന്റെ അച്ഛന്റെ വിയോഗ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷം ഞങ്ങളെ സംബന്ധിച്ച് സമാനതകളില്ലാത്തതായിരുന്നു. എന്നാലും ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ അമ്മ എന്ന ആ വലിയ കരങ്ങളുണ്ടായിരുന്നു. സർവ്വതും നഷ്ടപ്പെട്ട ഇവരെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം ഭാരത മക്കൾ തരിച്ചു നിന്നുപോയി. 2 ദിവസം ദുരിതഭൂമിയിൽ തങ്ങി കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കും എന്ന വാക്കും നമുക്ക് നൽകി രാഹുൽ ഗാന്ധി ലോകസഭ പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ ഗുണങ്ങൾ ഈ സന്ദർശനം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ലഭിക്കും, അത് തീർച്ചയാണ്. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുമെന്നതിൽ മുൻ അനുഭവം വെച്ച് നമുക്ക് തർക്കമുള്ള കാര്യമല്ല. ഇതിനു പുറമെ 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനവും അദ്ദേഹം നൽകിക്കഴിഞ്ഞു. വയനാട് ദുരിതത്തെ ദേശീയ ദുരിതമായി പ്രഖ്യാപിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2 ദിവസം ദുരിതഭൂമിയിൽ തങ്ങിയ അദ്ദേഹത്തിന് അതിന്റെ ഗൗരവം മനസ്സിലായി എന്ന് ചുരുക്കം. ഈ വാഗ്ദാനങ്ങൾക്കപ്പുറം ഇപ്പോൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉടനെ തന്നെ അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്തു. അതിൽ ആദ്യത്തെ ലോഡ് സാധനം ക്യാമ്പിൽ എത്തിയെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് നേതാവിന്റെ കരുതൽ. ഇതാവണം മനുഷ്യ സ്നേഹം ഉള്ള നേതാവ്. രാഹുൽജി, അങ്ങക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.